തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയത്തിൽ തുറന്നടിച്ച് ഒ.ബി.സി. മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു വലിയശാല 3-4 വർഷം പ്രവർത്തിക്കാതെ മാറി നിന്നവർക്ക് സീറ്റ് കൊടുക്കുന്നു. ജാതിയും മതവും വർണ്ണവും സമ്പത്തും നോക്കാതെ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് എന്താണ് പ്രതിഫലമെന്നും ബിന്ദു വലിയശാലയുടെ ചോദ്യം. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട സെല്ലിന്റെ തന്നെ ഭാഗമായി നിൽക്കുന്ന ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിന്റെ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ തുറന്ന എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. എന്താണ് സാഹചര്യം? ഗോകുല, ബിന്ദു വല്യശാല തിരുവനന്തപുരത്ത് നിന്നുള്ള ബി.ജെ.പി. നേതാവാണ്. ഒ.ബി.സി. മോർച്ചയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഒ.ബി.സി. മോർച്ചയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ് ബിന്ദു വല്യശാല. ഈ ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും വലിയ പ്രതിഷേധങ്ങളും വലിയ എതിർപ്പുകളും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നേതാവായ ബിന്ദു വല്യശാലയുടെ ഈ പ്രതികരണം കാണാം. അത് മാത്രമല്ല, ബിന്ദുവിന്റെ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാതിയും മതവും വർണ്ണവും ആരോഗ്യവും സമയവും സമ്പത്തും നോക്കാതെ ഇക്കാലം വരെ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് എന്താണ് പ്രതിഫലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യമാണ്, അല്ലെങ്കിൽ ഇതേ കാര്യമാണ് ആത്മഹത്യ സന്ദേശത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത, ഇന്നലെ തൃക്കണ്ണാപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി സുഹൃത്തുമായി സംസാരിച്ചതും ഇതേ കാര്യമാണ്. തന്റെ പണവും സമ്പത്തും സമയവും എല്ലാം നൽകിയിട്ട് അവരെന്നെ അവഗണിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ വാചകം തന്നെ ബിന്ദു വല്യശാലയും കോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ്. ഇവർ ഈ കഴിഞ്ഞ കുറെ സമയങ്ങളായി ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ പറയുന്നുണ്ട്, വാർഡുകളിൽ നിന്ന് വന്ന പേരുകൾ അതിലാണ് അംഗീകാരം നൽകിയതെന്ന്. പക്ഷേ അതിന് അന്തിമ തീരുമാനം നൽകിയത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും ചേർന്നാണ്. അത്തരത്തിലൊരു കൈകടത്തൽ നടത്തി പല അർഹർക്കും വാർഡുകളിൽ മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയെന്ന വലിയ വിമർശനവും പ്രതിഷേധവും പാർട്ടിക്കുള്ളിലുണ്ട്. ബിന്ദു വല്യശാലയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നത്, 3-4 വർഷം പ്രവർത്തിക്കാതെ മാറി നിന്നവർക്ക് സീറ്റ് കൊടുക്കാം, ഒരേ വാർഡിൽ 1-2 തവണ നിന്ന് തോറ്റവർക്ക് അതേ വാർഡിൽ വീണ്ടും അവസരം കൊടുക്കാം, പേര് പോകാത്ത വാർഡുകളിൽ ജാതിയും വർണ്ണവും നോക്കി അവസരം കൊടുക്കാം, ഇഷ്ടക്കാർക്ക് വാർഡ് പ്രവർത്തകരുടെ അനുവാദമില്ലാതെ മത്സരിപ്പിക്കാം, പക്ഷേ ജാതിയും മതവും വർണ്ണവും ആരോഗ്യവും സമയവും സമ്പത്തും ഒന്നും നോക്കാതെ പ്രവർത്തിച്ചവർക്ക് എന്താണ് പ്രതിഫലമെന്നാണ് ബിന്ദു വല്യശാല ഫേസ്ബുക്കിൽ വിമർശന മുഖേന കുറിച്ചിരിക്കുന്നത്. ഗോകുൽ, ശരി അലക്സ്, ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. കടുത്ത പ്രതിസന്ധിയിലാകുന്നു, അല്ലെങ്കിൽ ബി.ജെ.പി. വലയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമവും ആത്മഹത്യയും ഒക്കെ തലവേദനയാവുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ തന്നെ പരസ്യമായ പ്രതികരണങ്ങൾ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.